ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. ആദ്യം തന്നെ നമ്മൾ മാങ്ങയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. ആ വെള്ളം നമുക്ക് മാങ്ങയിൽ ചേർക്കാൻ വേണം. പ്രത്യേകിച്ച് വെള്ളം നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. പിന്നീട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ചേർക്കുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും എണ്ണയിലേക്ക് നമ്മൾ കടുക് ചേർക്കുന്നതാണ്. കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് പാനിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഉറച്ചു വെക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ഇളക്കുക. ഉലുവ നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാവുന്നതാണ്. ഇഞ്ചി നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളിയും കാന്താരിയും ചേർത്ത് കൊടുക്കാം. കാന്താരി ഇവിടെ അരിഞ്ഞിട്ടില്ല, അത് മുഴുവനെ ഇട്ടേക്കാണ്. അതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മളത് മൂത്ത് വരുമ്പോഴേക്കും കൊച്ചുള്ളി ചേർക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൊച്ചുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നീട് അത് നല്ലപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കുക. ചുവന്നുള്ളി നല്ലപോലെ മൂത്ത് വരണം. അത് കഴിഞ്ഞ് നമുക്ക് പാനിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പില നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് തീ കുറയ്ക്കാവുന്നതാണ്. അത് നല്ലപോലെ മൊത്തത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പിന്നീട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നീട് അതിലേക്ക് കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൽ പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക. പിന്നീട് നമ്മൾക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിന് അധികം എരിവില്ല, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നീട് ഇത് കാന്താരി ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോലെ ഗൈസ്. പൊടികൾ നല്ലവണ്ണം മൂത്തതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കുക. പിന്നീട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഉപ്പിട്ട് അടച്ചു വെച്ചിരുന്ന മാങ്ങയിൽ നിന്ന് വെള്ളം ഊറ്റിയെടുക്കുകയാണ്. ഈ വെള്ളമാണ് നമ്മൾ മാങ്ങയിലേക്ക് ചേർക്കുന്നത് അരപ്പിനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് വെള്ളമോ വിനാഗിരി ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മാങ്ങ ആയതുകൊണ്ട് വിനാഗിരി ചേർക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഇത്രയും വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇതാണ് നമ്മൾ മാങ്ങയ്ക്ക് ചാറിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും നേരം മിക്സ് ചെയ്ത മസാലയിലേക്ക് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇതിൻ്റെ ഇതൊക്കെ മാറി ഒന്ന് വരുമ്പോഴേക്ക് നമ്മൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മാങ്ങ ചേർക്കുക. മാങ്ങ അല്ലെങ്കിൽ വെന്ത് പോകും. വെന്ത് പോയാൽ പിന്നെ പെട്ടെന്ന് മാങ്ങ അച്ചാർ കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് മാത്രം മാങ്ങ ചേർക്കുക. ഇവിടെ ഞങ്ങൾ ചാറില്ലാതെയാണ് മാങ്ങ അച്ചാർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് അച്ചാർ ഇടുന്നത്. എൻ്റെ സ്റ്റൈലിലാണ് ഈ മാങ്ങ അച്ചാർ ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. പിന്നീട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മസാല മൊത്തത്തിൽ പിടിക്കണം. ഇതിൻ്റെ അരപ്പെല്ലാം മൊത്തത്തിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും നല്ല ഉണങ്ങിയ ടിന്നിലേക്ക് തണുപ്പ് ആയതിനു ശേഷം മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.